ചെടികളൊന്നും നശിക്കാതെ മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും നടത്തുന്നത്. ശരിക്കും പറയാമല്ലോ, മമ്മിമാർക്ക് എന്തെങ്കിലും ഇങ്ങനെ വെയ്യാതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തുമാത്രം പരിപാടികളാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഹലോ എവരിവൺ, വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. മിനീസ് ലൈഫ് സ്റ്റൈലിൽ ഒരാൾ മാറിയിട്ടുണ്ട്. മമ്മി ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ടും അത് കൂടാതെ തന്നെ ചെറിയ ഒരു അസ്വസ്ഥത കാരണം ഇന്നത്തെ വീഡിയോയിൽ മമ്മി കാണൂല, ഞാനായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇത് മമ്മിയുടെ ഒരു നിർബന്ധമാണ്. ഒരു കാരണവശാലും നമ്മുടെ ഓഡിയൻസിന് മമ്മി ഇടുന്ന വീഡിയോസിൽ ഒരു കുറവും വരുത്തരുത്. സമയാസമയങ്ങളിൽ അവർക്ക് പോകേണ്ട വീഡിയോസ് വേണം എന്നുള്ള നിർബന്ധത്തിൽ തന്നെയാണ് എന്നെക്കൊണ്ട് ഇന്നത്തെ വീഡിയോ എടുക്കുന്നതും നിങ്ങൾക്കായി ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അറിയിക്കുന്നതും. എന്തായാലും മമ്മിക്കൊരു ചെറിയ വയ്യായ്ക ഉണ്ടായതുകൊണ്ട് തന്നെ വീഡിയോയിൽ വരാൻ പറ്റത്തില്ല. അപ്പോൾ മമ്മിയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞാനായിരിക്കും കുറച്ച് ദിവസത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ കമൻസും കാര്യങ്ങളൊക്കെ മമ്മി റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന മമ്മിയുടെ കൃഷി സ്ഥലത്ത് ചെറിയൊരു ചേഞ്ച് നമ്മൾ വരുത്തുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം. നമ്മളിവിടെ ആയിരുന്നു മൺചട്ട കെട്ടിക്കൊണ്ടിരുന്നത്. ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഈ മണ്ണെല്ലാം കൂടെ അങ്ങ് താഴോട്ട് വീഴും എല്ലാ പ്രാവശ്യവും. പിന്നെ കുറേ കീരിൻ്റെയും ഈ ഇടയ്ക്ക് പന്നിയും വന്നു നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതിങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ കൃഷിയെല്ലാം നശിക്കാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിതങ്ങ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുമ്പോഴും വെറുതെ ഒരു മതിൽ കെട്ടാതെ അതെങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കൃഷിയിൽ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഐഡിയയിലൂടെയാണ് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കെട്ടി വരുമ്പോൾ എങ്ങനെയാവുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇവിടെ ഇതിപ്പോൾ ഒരു 4-5 ദിവസത്തെ പണിയാണ്. ആദ്യമേ അവർ എല്ലാം ഒരുക്കി അതിനുള്ള കമ്പും അതിൻ്റെ ഷീറ്റൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതിനകത്താണ് കോൺക്രീറ്റും പരിപാടിയൊക്കെ നിറച്ച് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തോടെ കോൺക്രീറ്റിൻ്റെ പരിപാടി കഴിയുമെന്ന് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നമുക്ക് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെയൊക്കെ മമ്മി ഓൾറെഡി ഇപ്പോൾ കൃഷി ചെയ്തതായിരുന്നു. മഞ്ഞളും കസ്തൂരി മഞ്ഞളും ഇഞ്ചിയൊക്കെ ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ എല്ലാം നട്ടു വെച്ചേക്കുമായിരുന്നു. അതിൻ്റെ മേളിലാണിപ്പോൾ അത് ശരിയാക്കാൻ വന്നപ്പോൾ JCB മണ്ണെല്ലാം കൂടെ എടുത്തിട്ട് നശിപ്പിച്ചേക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പെട്ടെന്ന് മമ്മിക്ക് അങ്ങ് വയ്യാതായപ്പോഴത്തേക്ക് നമുക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ലാതായിപ്പോയി. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ മഞ്ഞളിൻ്റെ ഇഞ്ചിയുടെയും കൃഷിയൊക്കെ ഇവിടെ ചെയ്തായിരുന്നു. അപ്പോൾ പിന്നെ അത് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം അതങ്ങ് കുഴിച്ച് അങ്ങ് റെഡിയാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി ചെയ്യാമെന്ന് വെച്ചു. ഈ കൃഷി ഓൾറെഡി ചെയ്തത് അങ്ങ് കിടക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഇതിനെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ മഞ്ഞൾ നട്ടേക്കുവാണ്, അപ്പുറം ഇഞ്ചിയുണ്ട്. മമ്മി എല്ലാം കറക്റ്റായിട്ട് ഇപ്രാവശ്യം സെറ്റ് ചെയ്ത് നട്ടേക്കുവാണ്. പക്ഷേ ഈ പണി വന്നുകൊണ്ട് തന്നെ കുറേ കൃഷി ഇപ്പോൾ നശിക്കും. പക്ഷേ ഞങ്ങളും പപ്പയും എല്ലാം കൂടെ ആയിട്ട് അതെല്ലാം ഇനി തിരിച്ച് പിടിക്കണം. ഇപ്പോൾ ഈ ഏരിയയിൽ ഫുള്ള് ഓൾറെഡി കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ പോർഷനിൽ ഫുള്ള്, ഇപ്പോൾ ഈ നടക്കുന്ന പോർഷനിൽ ഫുള്ള് മമ്മി ഇഞ്ചിയും കസ്തൂരി മഞ്ഞളും ഇതെല്ലാം നട്ടുവെച്ചേക്കുമായിരുന്നു. പക്ഷെ അതിപ്പോൾ എല്ലാം മണ്ണൊക്കെ ഇട്ട് നശിച്ചു. അതിനി മാറ്റി റെഡിയാക്കി എടുക്കണം. മമ്മിയുടെ ചെടികളൊന്നും നശിക്കാതെ മാക്സിമം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും നടത്തുന്നത്. ഇവിടെ എല്ലാം മമ്മി കപ്പയൊക്കെ നട്ടേക്കുവാണ്. ഇവിടെ കാച്ചിൽ നട്ടേക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊന്നും നശിക്കാതെ വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഈ ഇടയ്ക്ക് കുറച്ച് മാവ് എല്ലാം നട്ടിട്ടുണ്ട്, പ്ലാവ് നട്ടിട്ടുണ്ട്. ഇവിടെ കുറേ വാഴകൾ നട്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കോൺക്രീറ്റിൻ്റെ ഒരു ലെയർ കോൺക്രീറ്റ് കഴിഞ്ഞു. ഇനി അടുത്തൊരു തട്ട് ഇവർ അടിച്ചിട്ട് ഇനി അതിലോട്ട് ഒരു ലെയർ കോൺക്രീറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി കഴിഞ്ഞു. മമ്മിക്ക് വയ്യാത്തതുകൊണ്ട് ബ്രൗണിയും ബ്രൂണോയും എല്ലാവരും ചെറിയ വിഷമത്തിലാണ്. ബ്രൗണി വിഷമത്തിലാന്നോടാ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബ്രൂണോ കാലിലൊരു ചെറിയ മുറിവ് ഒപ്പിച്ചു. അങ്ങനെ അവനും നല്ല ക്ഷീണത്തിലൊക്കെയാ. ബ്രൂണോ, നീ വിഷമത്തിലാന്നോടാ?
അപ്പോൾ അവനിങ്ങനെ അകത്ത് വന്ന് കിടക്കുക. സ്റ്റോർ റൂമിനകത്ത്. പുറത്തൊന്നും നിൽക്കേണ്ട, ആൾക്കാർ കുറേ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ അവനും ഇതിലാണ്. പക്ഷെ ആൾ നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട്. മമ്മിക്ക് വെയ്യാന്നുണ്ടെങ്കിലും ഏതൊക്കെ കോണിൽ ഏതൊക്കെ ചെടിയുണ്ട്, ഏതിൽ പയറുണ്ടായി, ഏതിൽ വഴുതന ഉണ്ടായി എന്നുള്ള എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് പറയും ഇന്ന സ്ഥലത്തെ പയറായോ, ഇന്ന സ്ഥലത്തെ വഴുതന ആയോ, അതിൻ്റെ എല്ലാം വീഡിയോ കാണിക്കും, ഫോട്ടോ കാണിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അപ്ഡേറ്റ്സ് മമ്മിയെ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് മമ്മിയുടെ ഇപ്പോഴത്തെ പയർ ചെടി. ഇപ്പോൾ വളർന്നു വന്നതാണ്. ഇതിനകത്ത് ഇന്ന് രാവിലെ കുറച്ച് പയറും കാര്യങ്ങളൊക്കെ നമ്മൾ പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതാണ്ട് പയറൊക്കെ ഉണ്ട് ഇതിനകത്ത്. മമ്മി ഇങ്ങനെ പന്തലൊക്കെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. ഈ ചെടി നിറച്ചും പയറുണ്ട്. ശരിക്കും പറയാമല്ലോ, മമ്മിമാർക്ക് എന്തെങ്കിലും ഇങ്ങനെ വെയ്യാതാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവർ എന്തുമാത്രം പരിപാടികളാണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുള്ളത്. ഇവിടുത്തെ കോഴി, പട്ടി, പീജിയൻസ്, കിളി, റാബിറ്റ്, പിന്നെ ഈ കാണുന്ന ഈ അയ്യം നിറച്ചുള്ള ചെടികൾ, ഞങ്ങളുടെ കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ എങ്ങനെ നടത്തിപ്പോയോ ആവും. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ കുറവ് വരുത്താതെ ഞങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മമ്മിക്ക് വലിയ ടെൻഷനൊന്നും കൊടുക്കാതെ ഞങ്ങൾ ഓരോന്നും കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മമ്മിക്ക് ഏറ്റവും വലിയ ടെൻഷൻ ഇതാണ്. നിങ്ങളെ ഒന്നും കാണാതെ മമ്മി വീഡിയോ എടുക്കാതെ ഇരിക്കുമ്പോൾ അത് മമ്മിക്ക് ഏറ്റവും വലിയ സങ്കടമാണ്. അപ്പോൾ ഈ വീഡിയോ ഒരിക്കലും നിൽക്കാൻ പാടില്ല. മിനീസ് ലൈഫ് സ്റ്റൈൽ എന്നുള്ള കാര്യം ആൾക്കാർ മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ ചാനൽ ലൈവാക്കി വെക്കാൻ തന്നെ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ എന്താണ് വീഡിയോസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം, എന്തിനെപ്പറ്റി വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് പല ടൈപ്പ് പയറാണ് കേട്ടോ. ചെറുതും വലുതുമായിട്ട് പല ടൈപ്പുകളുണ്ട്. ഇതിൻ്റെ ഓരോ വെറൈറ്റിയിലും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ ഓരോ സീസൺ അനുസരിച്ചാണ് നമ്മുടെ വെബ്സൈറ്റിൽ അതിൻ്റെ ഓരോ സീഡ്സ് വരാറ്. ഇപ്പോൾ പുതിയ കുറേ പയറുകൾ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്, minnieslifestyle.com. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ വെറൈറ്റി പയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വയലറ്റ് പയർ, വൈജയന്തി പയർ, മീറ്റർ പയർ, അങ്ങനെ വലിയ പയറുണ്ട്, കുറ്റിപ്പയറുണ്ട്, അങ്ങനെ പല വെറൈറ്റി പയറുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ഇത് തന്നെ ചീരയാണിത്. ഇത് വള്ളിച്ചീര എന്ന് പറയും. ഇതാണ്ട് അതേ പന്തിൽ തന്നെ മമ്മി നിത്യവഴുതന പടർത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ മമ്മി വെറൈറ്റി ആയിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പുതിയ വെറൈറ്റി ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ പലതരം മാരിഗോൾഡ് വന്നിട്ടുണ്ട്. മെക്സിക്കൻ മാരിഗോൾഡ് എന്നാണ് ഉള്ള വെറൈറ്റിയാണ്. ഓറഞ്ച് കളറുണ്ട്, യെല്ലോ കളറുണ്ട്. ഇതിപ്പോൾ 4 മണിച്ചെടിയാണ്. ഇപ്പോൾ ഒരു 3 മണിയായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഇത് വിരിഞ്ഞിട്ടില്ല. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വിരിഞ്ഞേക്കും. ഇതിനകത്ത് പിങ്കും ഉണ്ട്, യെല്ലോയും ഉണ്ട്, നിറച്ചും പൂക്കളുണ്ടോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ ഫുള്ള് വിടർന്നിരിക്കും. എല്ലാ പരിപാടിയും കൂടെ ഒരുമിച്ചായിപ്പോയി. മെറിൻ പ്രഗ്നൻ്റ് ആണ്, മമ്മിക്കും പെട്ടെന്ന് വയ്യാതായി. പിന്നെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ വരുന്നില്ല എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് നാട്ടിൽ വരേണ്ടി വന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ച് ദിവസത്തേക്ക് മമ്മിയുടെ വീഡിയോസ് ഞാൻ എടുത്തിടാമെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുള്ള വീഡിയോ തുടരെ ഉള്ള ദിവസങ്ങളിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മമ്മിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.